ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് വിശുദ്ധ സ്കൊളാസ്റ്റിക്കയുടെ തിരുനാൾ സാഘോഷം ഓർമ്മിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന യഹൂദരെ യേശുനാഥൻ നിശിതമായി വിമർശിക്കുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത്. അതായത് യഹൂദർ പാരമ്പര്യമായി എല്ലാ നിയമങ്ങളും അനുഷ്ഠിച്ച് വന്നിരുന്ന മനുഷ്യരാണ്. അവർ ഈ പാരമ്പര്യ നിയമങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും ബലി കഴിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. പഴയ നിയമത്തിൽ അങ്ങനെയുള്ള ഒത്തിരി അനവധി കാര്യങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പക്ഷേ യേശുനാഥൻ ഈ സുവിശേഷത്തിൽ ഇങ്ങനെ പാരമ്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന യഹൂദരെ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത്? അതിൻ്റെ കാരണം ഇവർ പാരമ്പര്യ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ദൈവിക നിയമങ്ങൾ മനഃപൂർവ്വം മറക്കുകയും ചെയ്തു. ഈ ദൈവിക നിയമങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നിയമങ്ങളെക്കുറിച്ചല്ല, ദൈവം പറഞ്ഞിട്ടുള്ള മനുഷ്യരെ പ്രാധാന്യം നൽകുന്ന ചില നിയമങ്ങൾ. അതായത് യഹൂദരുടെ നിയമം 2 കൽപ്പനകളിൽ നമുക്ക് സംഹരിക്കാൻ കഴിയും. ഒന്ന്, ദൈവത്തെ നിങ്ങൾ പൂർണ്ണമായും സ്നേഹിക്കണം, എല്ലാറ്റിനുപരി ദൈവത്തെയാണ് സ്നേഹിക്കേണ്ടത്. 2, തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതായത് ചുറ്റുമുള്ള മനുഷ്യരെ നിങ്ങൾ സ്നേഹിക്കണം. അത് യോഹന്നാൻ പറയുന്നത് പോലെ അടുത്തുള്ള മനുഷ്യനെ സ്നേഹിക്കാതെ നിനക്ക് ദൈവത്തെ സ്നേഹിക്കുന്ന ആളാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ദൈവസ്നേഹം പൂർണ്ണമാകുന്നത് തൊട്ടടുത്തുള്ള മനുഷ്യരെ സ്നേഹിക്കുമ്പോഴാണ്. പക്ഷേ യഹൂദർക്ക് യേശുനാഥൻ്റെ കാലഘട്ടമായപ്പോഴേക്കും എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ 600-ലധികം നിയമങ്ങളുണ്ടായിരുന്നു. ഈ നിയമങ്ങളാകട്ടെ ചുറ്റുമുള്ള മനുഷ്യരെ വലയ്ക്കുന്ന നിയമങ്ങളായിരുന്നു. അവർ സ്നേഹത്തിന് പ്രാധാന്യം നൽകാതെ നിയമത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. അപ്പോൾ ഇവിടെ മാറ്റി നിർത്തപ്പെട്ടത് ദൈവമാണ്. അതായത് ദൈവത്തിൻ്റെ നിയമം പാലിക്കുന്നു എന്ന് പറയുകയും ദൈവത്തെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവരെന്തിനാണ് ഈ മാനുഷിക നിയമങ്ങളൊക്കെ പാലിച്ചിരുന്നത്? അത് ഇവരുടെ യഹൂദ പാരമ്പര്യം നിലനിർത്തുന്നതിനും മറ്റുള്ളവരുടെ മുൻപിൽ ഞാനൊരു യഥാർത്ഥ യഹൂദനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ദൈവത്തെ മനഃപൂർവ്വം അവർ മറന്നുപോയി. ദൈവം പറഞ്ഞിരുന്ന സ്നേഹത്തിൻ്റെ കൽപ്പനകൾ ഇവർ മറന്നു. അതിന് ഉദാഹരണമായി യേശുനാഥൻ പറയുന്നത് അപ്പനെ അമ്മയും സ്നേഹിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മാനുഷികമായ ചില കൽപ്പനകൾ അനുസരിച്ച് അപ്പനും അമ്മയ്ക്കും കുറച്ച് പണം കൊടുത്ത് അവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കണ്ട എന്ന ചിന്താഗതിക്കാരാണ്. പക്ഷേ ഇവിടെ ദൈവിക കൽപ്പന എന്ന് പറയുന്നത് അപ്പനും അമ്മയും സ്വന്തമായി കരുതി അവരെ നോക്കണമെന്നാണ്. ഇത് അപ്പനും അമ്മയോട് മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാ മനുഷ്യരോടും കുറച്ചും കൂടെ ദയയും നീതിയും സ്നേഹത്തോടെയൊക്കെ പെരുമാറണമെന്നാണ്. അപ്പം നിയമങ്ങൾക്കല്ല പ്രാധാന്യം, മനുഷ്യന് പ്രാധാന്യം നൽകുന്ന ആളുകളായി നമ്മൾ മാറണമെന്നാണ് യേശുനാഥൻ പറയുന്നത്. അപ്പോൾ യേശുനാഥനെ സംബന്ധിച്ച് നമുക്കത് കാണാൻ സാധിക്കും. അവൻ ഈ ദൈവിക കൽപ്പനകൾ പാലിച്ചിരുന്നത് മറ്റു മനുഷ്യരെ കാണിക്കുന്നതിന് വേണ്ടിയല്ല. അവൻ ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹിച്ചിരുന്നു. പരസ്യമായി അവൻ ചില കൽപ്പനകൾ ലംഘിക്കുക പോലും ചെയ്തിരുന്നു. അതവരെ പഠിപ്പിക്കാനാണ്. നിങ്ങൾ ദൈവത്തെയാണ് സ്നേഹിക്കേണ്ടത്, മനുഷ്യർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതായത് ഓരോ നിയമവും മനുഷ്യനെ സഹായിക്കാനുള്ളതാണ്, അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ളതല്ല. പക്ഷേ അതേ സമയത്ത് യേശുനാഥനെ നമ്മൾ കാണുന്നുണ്ട്. അവൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പ്രാർത്ഥനയിലാണ്. അവൻ നിശബ്ദതയിൽ രാത്രിയുടെ യാമങ്ങളിൽ ദൈവവുമായി സംസാരിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവിക കൽപ്പനകൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന യേശുനാഥൻ, പക്ഷേ മാനുഷിക കൽപ്പനകൾ മനുഷ്യർക്കെതിരാണെങ്കിൽ അതിനെ എതിർക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്. ദൈവത്തിന് പ്രാധാന്യം നൽകുക എന്ന് പറയുന്നത് ചില മാനുഷിക നിയമങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മനുഷ്യരെ വിമർശിക്കുന്നതോ മനുഷ്യരെ കൊടുക്കേണ്ട സ്നേഹം നിഷേധിക്കുന്നതോ അല്ല, സ്നേഹം നൽകുന്നതായിരിക്കണം. അപ്പോൾ എൻ്റെ നിയമങ്ങൾ പ്രാധാന്യം നൽകേണ്ടത് മനുഷ്യരോട് സ്നേഹം കാണിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെയാണ് ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ സ്കൊളാസ്റ്റിക്ക. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഹോദരിയാണ്. ഒരു കുടുംബം മുഴുവനും വിശുദ്ധരെന്നാണ് അറിയപ്പെടുന്നത്. പാശ്ചാത്യ സഭയിലെ ആശ്രമങ്ങൾക്കൊക്കെ ജീവൻ നൽകിയത് ഇദ്ദേഹമാണ് ആശ്രമങ്ങൾ, മനുഷ്യർ ഒരുമിച്ച് കൂടി ദൈവത്തോട് സ്നേഹത്തോട് കഴിയുന്ന ആശ്രമങ്ങളൊക്കെ സ്ഥാപിച്ചത്. അപ്പോൾ ഈ സ്കൊളാസ്റ്റിക്കയും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആശ്രമ അധിപയും മഠാധിപയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർ വലിയൊരു കുടുംബത്തിൽ ജനിച്ചവരാണ്. ഒത്തിരിയധികം പാരമ്പര്യങ്ങളും പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്ന പ്രഭു കുടുംബത്തിൽ ജനിച്ചിരുന്ന ഇവർ അതൊക്കെ കളഞ്ഞ് മനുഷ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഈ ആശ്രമ ജീവിതം തിരഞ്ഞെടുത്തത്. അവർ പാവങ്ങളെ സഹായിച്ചുകൊണ്ടും ദാരിദ്ര്യത്തിലും ഒക്കെ ജീവിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അവരുടെ പ്രാർത്ഥനയിലും, അപ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത രീതി തന്നെ പ്രാർത്ഥനയും വർക്കുമാണ്. അതായത് മനുഷ്യരെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് യേശുനാഥൻ പഠിപ്പിച്ച അക്ഷരാർത്ഥത്തിൽ അവർ ജീവിച്ചു കാണിച്ചു. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ദൈവം ചെറിയ കാര്യങ്ങളിൽ പോലും ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ സ്കൊളാസ്റ്റിക്കയ്ക്ക് ബെനഡിക്റ്റിനോടൊപ്പം കുറച്ചു നേരം കൂടെ സംസാരിക്കണം. പക്ഷേ ബെനഡിക്റ്റിന് തിരിച്ച് ആശ്രമത്തിലേക്ക് പോകണം. സ്കൊളാസ്റ്റിക്ക ബെനഡിക്റ്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്, നീ എന്നോട് കുറച്ചു നേരം കൂടി സംസാരിക്കുക സഹോദരൻ. പക്ഷേ അദ്ദേഹം ഒന്ന് നിരസിച്ചുകൊണ്ട് തിരികെ പോകുമ്പോൾ സ്കൊളാസ്റ്റിക്ക പ്രാർത്ഥിക്കുകയും
വളരെ വലിയ ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാവുകയും ബെനഡിക്റ്റിന് ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്കോളാസ്റ്റിക്ക പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സഹോദരനോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം നിരസിച്ചു, പക്ഷേ എൻ്റെ പിതാവായ ദൈവത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് സാധ്യമാക്കി തന്നു. അപ്പോൾ നമ്മൾ ദൈവിക നിയമങ്ങൾ പാലിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യരെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാകുമ്പോൾ നമ്മുടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദൈവം നമുക്ക് കൂട്ടു നിൽക്കും എന്നുള്ള ഒരു ചിന്ത കൂടെ ഇവിടെ പറയുന്നുണ്ട്. നമുക്കിത് കർത്താവിൻ്റെ ജീവിതത്തിലും ഇത് ചേർത്ത് വായിക്കാൻ പറ്റും. അവൻ കൃതജ്ഞതയോടെ ചില കാര്യങ്ങൾ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചിരുന്നത് അതുകൊണ്ടാണ്. അവൻ പിതാവായ ദൈവത്തോട് അടുത്തിരുന്നത് കൊണ്ടാണ്, മനുഷ്യരെ സ്നേഹിച്ചിരുന്നത് കൊണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതവും നമുക്ക് ഇതുപോലെ സ്നേഹത്തിൻ്റേതാക്കുമ്പോൾ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിനൊപ്പം നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള വലിയൊരു അനുഭവം കൂടെ ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ വചനം ധ്യാനിക്കുമ്പോൾ മനുഷ്യർക്ക് അവരോടുള്ള സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, നിയമങ്ങൾ പാലിക്കുന്ന മനുഷ്യരെ മാറാനുള്ള കൃപ നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.